സുഹൃത്തുക്കളെ, ഇന്ന് ലോകം ഞെട്ടിയ ഒരു വാർത്തയായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് 787 ടേക്ക് ഓഫ് ചെയ്ത ഉടനെ പൊട്ടിത്തെറിച്ച് 242 ആളുകൾ മരിച്ചത്. ആ വാർത്ത കേൾക്കുമ്പോൾ തന്നെ വളരെയധികം വിഷമമായിരുന്നു. അപ്പോഴാണ് ഒരാശ്വാസത്തിൻ്റെ ഒരു വാക്ക് എന്ന പോലെ ഒരാൾ അതിസാഹസികമായി രക്ഷപ്പെട്ട നമ്മൾ കേട്ടത്. ഇതിനൊക്കെയാണല്ലോ പുനർജന്മം എന്ന് പറഞ്ഞത്. പുനർജന്മല്ല, മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. 242 പേരെ വഹിച്ച് ലണ്ടനിലേക്ക് യാത്ര തിരിച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം നിമിഷങ്ങൾക്കകം പൊട്ടിത്തെറിച്ച് മരിച്ചപ്പോൾ ഈ വാർത്ത കേട്ട് വിഷമിപ്പോയി. അപ്പോൾ ആശ്വാസത്തിലായിരുന്നു വിശ്വാസ് രമേശ് കുമാർ എന്ന 38 വയസ്സുകാരൻ അതിസാഹസികമായി രക്ഷപ്പെട്ടത്. എമർജൻസി എക്സിറ്റിൻ്റെ അടുത്ത് 11A സീറ്റിലിരുന്ന അദ്ദേഹം എക്സിറ്റിലൂടെ രക്ഷപ്പെട്ട് ആശ്വാസത്തിൻ്റെ വാക്ക് നമുക്ക് കേൾക്കാനിടയായി. ഇതൊക്കെയല്ലേ പുനർജന്മം എന്ന് പറയും. പുനർജന്മ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത്. എന്താല്ലേ, 41 പേര് മരിച്ചു എന്ന വിഷമം പിടിച്ച വാർത്ത കേട്ടപ്പോൾ ഒരു ആശ്വാസത്തിൻ്റെ ഒരു വാർത്തയായിരുന്നു. വിശ്വാസ് രമേശ് കുമാർ എന്ന 38കാരൻ രക്ഷപ്പെട്ടു എന്ന ന്യൂസ്. ഇതൊക്കെയല്ലേ, എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു ആ ഫ്ലൈറ്റിൽ സഞ്ചരിച്ചിരുന്ന ആളുടെ മനസ്സിൽ. എന്തൊക്കെയായിരിക്കാം. അതൊക്കെ ഒരു നിമിഷം കൊണ്ട് തകർന്നു പോയി. എങ്കിലും എല്ലാത്തിനും ഒരാശ്വാസമായി ഒരാളുടെ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആ വാർത്ത കേട്ടപ്പോൾ വളരെയധികം സന്തോഷമായി. എന്തായാലും ഇതൊക്കെയാണ് ഭാഗ്യം, പുനർജന്മം എന്ന് പറഞ്ഞാൽ. എന്തായാലും സുഹൃത്തുക്കളെ,